നബിദിനവുമായി ബന്ധപ്പെട്ട് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാർ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം, ചെറിയൊരു പ്രഭാഷണം ഞാൻ കേട്ടു. അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. വർഷത്തെ തഴവയിലെ മിലാദി സംഗമം സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പ്രവാചകൻ്റെ ജന്മത്തിൻ്റെ 1500-ാം വാർഷികമാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. പരിശുദ്ധ പ്രവാചകൻ ആരായിരുന്നുവെന്നും അദ്ദേഹം ലോകത്തിന് കൊടുത്തത് എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കണം. കഴിഞ്ഞ 1000 കൊല്ലമായി കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം യൂറോപ്പും അമേരിക്കയും ഇസ്ലാമിനെയും പരിശുദ്ധ പ്രവാചകനെയും ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായി ഇന്ത്യയിലും ഇസ്ലാമോഫോബിയ ഇങ്ങനെ സ്ഥലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കൂടി യഥാർത്ഥത്തിൽ പ്രവാചകൻ ആരായിരുന്നുവെന്നും അദ്ദേഹം ലോകത്തിന് കൊടുത്ത സംഭാവന എന്താണെന്നും ഏതാനും ചില പോയിന്റുകളിലൂടെ നിങ്ങളെ മനസ്സിലാക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1500 കൊല്ലത്തിന് മുമ്പ് പ്രവാചകൻ AD 570 മക്കയിലെ ഖുറൈഷ് എന്ന് പറയുന്ന ഭരണവർഗത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഗർഭത്തിലിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചുപോയി. 6 വയസ്സായപ്പോൾ അമ്മയും. തന്നെ സംരക്ഷിച്ചിരുന്ന മുത്തച്ഛൻ മുത്തലിബ് 8ാമത്തെ വയസ്സിൽ മരിച്ചു. അനാഥ ബാല്യം. ചെറുപ്പത്തിൽ പ്രവാചകൻ ആരായിത്തീരുമെന്ന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ 24 വയസ്സായപ്പോൾ ഒരു ദിവസം പ്രവാചകൻ ഇങ്ങനെ വരുമ്പോൾ മക്കയിലെ പ്രസിദ്ധമായ ഓർത്തഡോക്സ് സഭയുടെ പള്ളിയിലെ വികാരിയായിരുന്ന ബുഷൈറ എതിരെ വന്നു. ബുഷൈറ പ്രവാചകനെ നമിച്ച ശേഷം പറഞ്ഞു, മഹാനായ പ്രവാചക, അങ്ങേക്ക് സ്തുതി. പ്രവാചകൻ ചോദിച്ചു, അങ്ങൊരു പുരോഹിതനല്ലേ, അങ്ങനെ എന്തിനാണ് ഈ പ്രവാചകനൊക്കെ എന്നെ വിളിക്കുന്നത്? ആ പുരോഹിതൻ പറഞ്ഞു, എനിക്ക് രാത്രി ഒരു ദർശനമുണ്ടായി, അങ്ങ് ലോകമറിയാൻ പോകുന്ന മഹാനായ പ്രവാചകനാകെ തീരാൻ പോവുകയാണ്. ഞങ്ങളുടെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, പ്രവാചകന്മാരെ തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷിക്തനാക്കണമെന്ന്. അതിൽ അങ്ങയുടെ തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷിക്തനാക്കാൻ എന്നെ അനുവദിക്കണം. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, അച്ഛൻ അങ്ങനെ ആഗ്രഹമുണ്ട്, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ്റെ തലയിൽ എണ്ണ ഒഴിച്ച് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി അച്ഛൻ പ്രവാചകനായി പ്രഖ്യാപിച്ചു. അതിൻ്റെ ചിത്രം ഞാൻ സൗദി അറേബ്യയിലെ ദമാമിൽ പോയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ചരിത്രത്തിൽ വായിച്ചെങ്കിലും അതിൻ്റെ ചിത്രങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നില്ല. പിന്നെയും 16 വർഷം കഴിഞ്ഞു. 40 വയസ്സായപ്പോൾ ഹീറ ഗുഹയിൽ വെച്ച് മാലാഖ വന്ന് വിശുദ്ധ ദർശനം പ്രവാചകൻ കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ജനിക്കുകയാണ്. ഖുർആൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? വായിക്കൂ എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പിന്നെ ആ ദർശനം എങ്ങനെ കൊടുത്തു നമ്മൾ വായിക്കുകയാണ്. ലോകത്തിൽ വായിക്കാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നൊരു പുസ്തകം പരിശുദ്ധ ഖുർആനാണ്. വേറെ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നുകൊണ്ട് തുടങ്ങുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ദിവ്യദർശനം കിട്ടിയ ശേഷം പിന്നെ പ്രവാചകൻ 21 വർഷമേ ഭൂമി ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ 21 വർഷം കൊണ്ട് ലോക ചരിത്രം മാറ്റിമറിച്ചു പ്രവാചകൻ. എങ്ങനെയാണ് ഈ പ്രവാചകൻ ലോകചരിത്രം മാറ്റിമറിച്ചതെന്ന് കൃത്യമായി, നിഷ്പക്ഷമായി, ഈ വർഗീയമായ ആരോപണങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും ആദ്യം പ്രവാചകൻ ലോകത്തിന് കൊടുത്തൊരു സംഭാവനയാണ് സെക്കുലറിസം, അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നു. AD 622 പ്രവാചകൻ മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മെദീനയിലെ ഭരണാധികാരിയാവുകയാണ്. മെദീനയിൽ ആകെ ജനസംഖ്യ 11,500 പേർ. ഞങ്ങളുടെ തഴവാട് ജനസംഖ്യയൊക്കെ കുറവാണ്. 4000 പേർ ക്രിസ്ത്യാനികൾ, 2500 പേർ യഹൂദന്മാർ, 1500 മുസ്ലിം, ബാക്കിയുള്ളത് ബഹുദൈവ വിശ്വാസികളായ നീഗ്രോകളാണ്. അവർക്ക് വേണ്ടി പ്രവാചകൻ ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് മെദീന ഡോക്യുമെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ ഡോക്യുമെൻറ്റ്. 42 പാരഗ്രാഫുണ്ട്. അത് തുടങ്ങുന്നത് പ്രസിദ്ധമായൊരു വാചകത്തിലാണ്. മെദീനയിൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും ബഹുദൈവ വിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. 7 വർഷം പ്രവാചകൻ മെദീന ഭരിച്ചു. ഏകോദര സഹോദരങ്ങളെപ്പോലെ അവർ ജീവിച്ചു. 12 യഹൂദ ഗോത്രങ്ങളുണ്ടായിരുന്നു അവിടെ. അതിൽ 2 ഗോത്രത്തിൽപ്പെട്ടവർ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചു. ആ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് 42 പേരെ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ ബാക്കി യഹൂദന്മാർക്ക് ഒരു കുഴപ്പമില്ല. ആ 12 യഹൂദ തറവാടുകളും മെദീനയിൽ തന്നെ ഉണ്ടായിരുന്നു. 7 കൊല്ലം കഴിഞ്ഞ് പരിശുദ്ധ പ്രവാചകൻ മക്കയുടെ ഭരണാധികാരിയായി 3 ഉംറകൾ ചെയ്ത ശേഷം AD 632 പ്രവാചകൻ അറഫ മലമുകളിലെത്തി 1,00,000 പേർ കേട്ടു നിൽക്കെ
ചെയ്ത വിശ്വപ്രസ്താവ പ്രസംഗമാണ് അറഫ പ്രസംഗം. ആ പ്രസംഗത്തിൽ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ലോകമെങ്ങുമുള്ള യഹൂദന്മാരും ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കുന്ന ഒരു ഭരണക്രമം നാം സൃഷ്ടിക്കണം. മെദീനയിൽ തുടങ്ങിയ ആ ഏകോദര സഹോദര ഭാവം ഞാൻ ഒരു 6 മാസത്തിന് മുമ്പാണ് ലോകം മാറ്റിമറിച്ച പ്രസംഗങ്ങൾ എന്ന പുസ്തകം DC പബ്ലിഷ് ചെയ്തത്. ആ പുസ്തകത്തിൽ ഞാൻ അറഫ പ്രസംഗം കോട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ അറഫ പ്രസംഗം ലോകത്തെ മാറ്റിമറിച്ചതെന്ന് നമ്മൾ പറയും. ഇസ്ലാം ലോകത്തെവിടെ പോയപ്പോഴും ഈ തത്വം പാലിച്ചിരുന്നു. ഇറാഖിലും സിറിയയിലും മുസ്ലിങ്ങൾ 1500 കൊല്ലമായി ഭരിക്കുകയാണ്. അവിടുത്തെ പത്രീസ് ബാവായും മെത്രാന്മാരും 1500 കൊല്ലമായി സുഖമായോടെ താമസിക്കുകയാണ്. ഇവിടെ പത്രീസ് ബാബയുടെ പള്ളി പോലീസിനെ ഉപയോഗിച്ച് പിടിക്കുന്നുണ്ട്. സിറിയയിലും ഇറാഖിലും പത്രീസ് ബാബായും ഓർത്തഡോക്സുകാരും ക്രിസ്ത്യാനികളും ബിഷപ്പും ജനങ്ങളും സുഖമായി താമസിക്കുന്നു. എഫേസൂസിലെ പൗലോസ് അപ്പോസ്തലൻ താമസിച്ചിരുന്ന വീടും അദ്ദേഹം പാലിച്ചിരുന്ന പള്ളിയും സുഖമായി മുസ്ലിങ്ങൾ 1500 കൊല്ലമായി കാത്തുരക്ഷിക്കുന്നു. ഒരു കുഴപ്പവും അതിന് സംഭവിച്ചിട്ടില്ല. ഈജിപ്തിൽ ഒരു പാത്രീസ് ബാവായും 120 ബിഷപ്പുമാരും 20% ജനങ്ങളും ക്രിസ്ത്യാനികളാണ്. കഴിഞ്ഞ 1500 വർഷമായി തുടർച്ചയായി മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഈജിപ്തിൽ ആ ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവരുടെ ഒരു പള്ളിയും തകർക്കപ്പെട്ടിട്ടില്ല. അവർ സുഖമായി അവർ താമസിക്കുന്നു. ഇസ്ലാം ചരിത്രത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു ഹറൂൺ അൽ റഷീദ്. ഹറൂൺ അൽ റഷീദിൻ്റെ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയാണ്. മെയിൻ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യൻസ് ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. മുസ്ലിങ്ങൾ 2 കോടി ചതുരശ്ര കിലോമീറ്റർ ഭരിച്ചു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക്. ആ 2 കോടി ചതുരശ്ര കിലോമീറ്ററുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 2%. ബാക്കി 98% ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യാനികളുമാണ്, യഹൂദന്മാരാണ്. അവർ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രമാണ്. ഇസ്ലാം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ അക്ബർ ചക്രവർത്തി ഉണ്ടായി. അക്ബർ ചക്രവർത്തിയുടെ ഭാര്യ ജോധാബായി ഹിന്ദുവാണ്. ജോധാബായിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അക്ബർ ചക്രവർത്തി ഫത്തേപൂർ സിക്രിയിലെ തൻ്റെ വീടിനോട് ചേർന്ന്, കൊട്ടാരത്തോട് ചേർന്ന് ഒരു ക്ഷേത്രം ഉണ്ടാക്കി. ഇതിനാണ് ജോധാബായിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ജോധാബായി മുസ്ലിം ആവാൻ ഒരിക്കൽ പോലും അക്ബർ ആവശ്യപ്പെട്ടില്ല. ആ ഹിന്ദു സ്ത്രീ പ്രസവിച്ച മകൻ സലീം പിന്നീട് രാജാവായി. അക്ബർ ചക്രവർത്തിക്ക് മുസ്ലിം സ്ത്രീകളിൽ 3 മക്കളുണ്ടായിരുന്നു. അവരെ പിൻഗാമിയാക്കാമായിരുന്നു. ഷാജഹാൻ എത്തുമ്പോഴേക്കും ഷാജഹാൻ 90% ഹിന്ദുവാണ്. DNA ടെസ്റ്റ് ചെയ്താൽ 90% ഹിന്ദുവാണ്. 10% ഉള്ളൂ ഇസ്ലാമിക DNA ഷാജഹാൻ. അക്ബർ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ആരാണ്? രാജാ തോണ്ടർമാൻ, ഒരു വൈശ്യൻ. അക്ബറിൻ്റെ സേനാനായകൻ ആരാണ്? രാജാ മാൻസിംഗ്, ഒരു രജപുത്രൻ. അക്ബറുടെ മന്ത്രിസഭയിലെ 12 പേരിൽ 10 പേരും ഹിന്ദുക്കളാണ്. 2 മന്ത്രിമാരേ ഉള്ളൂ മുസ്ലിങ്ങൾ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടൊരു മനുഷ്യൻ ഔറംഗസീബാണ്. ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഔറംഗസീബിനെതിരെയുള്ള ദുരാരോപണങ്ങൾ. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? രാജാ തേജ് ബഹാദൂർ, ഹിന്ദുവാണ്. ഔറംഗസീബിൻ്റെ മന്ത്രിസഭയിലെ 12 പേരിൽ 9 പേരും ഹിന്ദുക്കളാണ്. ഔറംഗസീബിൻ്റെ സൈന്യത്തിലെ 90% ഹിന്ദുക്കളാണ്. ഔറംഗസീബ് ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രം പൊളിക്കാൻ പറഞ്ഞാൽ ആ സൈന്യം ഔറംഗസീബിനെ വെട്ടിക്കൊന്നില്ലായിരുന്നു. കാര്യം സൈന്യം 90% ഹിന്ദുക്കളായിരുന്നു. ഔറംഗസീബിൻ്റെ സൈന്യം. ഔറംഗസീബിൻ്റെ ഭരണം 1707 അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 1% ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ. 1%. 500 കൊല്ലം ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങൾക്ക് ബലം പ്രയോഗിച്ച് മതം വളർത്താനാണെങ്കിൽ മതം വളർത്തിക്കൂടായിരുന്നു. അവർ ചെയ്തില്ല. 700 കൊല്ലം ഗുജറാത്ത് ഭരിച്ചു അഹമ്മദ് സുൽത്താൻമാർ. 700 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 6%. ഇതാണ് ചരിത്രം. മുസ്ലിങ്ങൾ വാളുകൊണ്ടും മതം വളർത്തിയെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേരുദോഷം കെട്ടിയ ഒരു മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ. ഉള്ള കള്ളങ്ങളെല്ലാം അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. ടിപ്പു സുൽത്താൻ്റെ പ്രധാന ഭാര്യ വടകരക്കാരി ഉണ്ണിച്ചാറായ എന്ന ഒരു നായർ സ്ത്രീയാണ്. ആ ഉണ്ണിച്ചാറയോട് ഒരിക്കൽ പോലും ഇസ്ലാമാവാൻ ടിപ്പു സുൽത്താൻ പറഞ്ഞില്ല. ശ്രീരംഗപട്ടണത്തെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു ക്ഷേത്രം പണിഞ്ഞു ടിപ്പു സുൽത്താൻ. എന്തിനാണ്? ഭാര്യ ഉണ്ണിച്ചാറയ്ക്ക് പോകാൻ. ഉണ്ണിച്ചാറ മുസ്ലിമായില്ല. ടിപ്പുവിൻ്റെ മരണശേഷവും ഉണ്ണിച്ചാറ ഹിന്ദുവായി തുടർന്നു. ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ
ബ്രാഹ്മണനായിരുന്നു. ടിപ്പുവിൻ്റെ മന്ത്രിസഭയിലെ 12 പേരിൽ 9 പേരും ഹിന്ദുക്കളായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശ്ന ചക്രവർത്തി കൃഷ്ണദേവരായക്ക് ഒരു മോളുണ്ടായിരുന്നു. മോളെ കല്യാണം കഴിച്ച ആരാണ്? ബീഹാറിലെ മുസ്ലിം സുൽത്താൻ്റെ മകൻ കൃഷ്ണദേവരായ മോളെ കല്യാണം കഴിച്ചത്. ഈ മകൻ ഭാര്യയുടെ കൂടെ വരുമ്പോൾ ഈ മുസ്ലിമിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൃഷ്ണദേവരായ കൊട്ടാരത്തോടെ ചേർന്നൊരു മോസ്ക് വെച്ചു കൊടുത്തു. ഈ മോളെ കെട്ടിയ മരുമോൻ മുസ്ലിം വരുമ്പോൾ ആരും എന്നെ ലവ് ജിഹാദെന്നും വിളിച്ചില്ല കേട്ടോ. സുഖമായിട്ട് വന്ന് താമസിച്ചു. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. AD 637 ഖലീഫ ഉമർ ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ ഖലീഫ ഉമർ അവിടുത്തെ ക്രിസ്ത്യാനിയായ ബിഷപ്പിനോട് ചോദിച്ചു, സലോമോൻ രാജാവ് പണിഞ്ഞൊരു പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ടല്ലോ, അതെവിടെയാണ്? അത് പറഞ്ഞ് ഈ മലയുടെ മുകളിലാന്ന് പറഞ്ഞു. ഖലീഫ ഉമർ നടന്ന് മലമുകളിലെത്തിയപ്പം ക്രിസ്ത്യാനികൾ അതിനെ ഒരു വേസ്റ്റ് ഡമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഈ സലോമോൻ്റെ ദേവാലയം. ഖലീഫ ഉമർ പറഞ്ഞു, ഇത് ശരിയല്ല, നമുക്കിത് പുതുക്കി പണിയണം. ഖലീഫ ഉമറും പട്ടാളക്കാരുടെ കൂടി ആ മുസ്ലിം യഹൂദന്മാരുടെ സിനഗോഗിനകത്തുനിന്ന് വേസ്റ്റ് എല്ലാം പറക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖലീഫ ഉമറും തുണിയൊക്കെ ചുറ്റിക്കെട്ടി ഈ വേസ്റ്റ് മാറ്റാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ വാങ്ക് വിളിച്ചപ്പോൾ ഖലീഫ ഉമർ പറഞ്ഞു, ഞാൻ താഴെ പോയി നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ ക്രിസ്ത്യാനിയായ ബിഷപ്പ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ നിസ്കരിച്ചൂടെ? ഖലീഫ ഉമർ പറഞ്ഞത് ശരിയല്ല, ഞാനിവിടെ നിസ്കരിച്ചാൽ നാളെ മുസ്ലിങ്ങൾ പറയും ഖലീഫ നിസ്കരിച്ച സ്ഥലം ഇത് മുസ്ലിം മോസ്ക് ആവണമെന്ന് പറയും. അതുകൊണ്ട് ഞാനിവിടെ നിസ്കരിക്കുന്നില്ല. അദ്ദേഹം ഇറങ്ങി താഴെ പോയി നിസ്കരിച്ചിട്ട് മടങ്ങി വന്നു. ഖലീഫ താഴെ പോയി നിസ്കരിച്ച സ്ഥലമാണ് ദ ഡോം മോസ്ക് എന്നറിയപ്പെടുന്ന ജെറുസലേമിലെ പ്രസിദ്ധമായ മോസ്ക്. ഖലീഫ ഉമർ ആ സിനഗോഗ് പുതുക്കി പണിഞ്ഞു കൊടുത്തു. യഹൂദന്മാർക്ക് വേണ്ടി സിനഗോഗ് പുതുക്കി പണിഞ്ഞു കൊടുത്തു. അവർക്ക് സമ്പത്ത് കൊടുത്തു അവിടെ താമസിക്കാനായിട്ട്. അതാണ് ഖലീഫ ഉമർ ചെയ്തത്. അത് ക്രിസ്ത്യാനികൾ പിന്നെ പോയി അടിച്ച് തകർത്തു. മുസ്ലിങ്ങളുടെ മോസ്ക് 1995 അടിച്ച് തകർത്തു. ബാഗ്ദാദ് പട്ടണത്തിന് നടുക്ക് ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ജംഗ്ഷനിൽ പള്ളി പണിയാണ്. ആ സ്ത്രീയോട് വസ്തു വിൽക്കണമെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ് വസ്തു വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ കളക്ടർ, തുല്യനായ മനുഷ്യൻ, വസ്തുവിൻ്റെ വിലയുടെ 3 ഇരട്ടി കൊടുത്തിട്ട് വസ്തു കയ്യേറി ഒരു മോസ്ക് പണിയാൻ തുടങ്ങി. ആ സ്ത്രീ വന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു ഖലീഫ ഉമറിനോട്, എൻ്റെ വീടിങ്ങനെ പൊളിച്ചിട്ട് പണിയാൻ പോകുന്നു. ഖലീഫ ഉമർ കളക്ടറെയും എല്ലാം വിളിച്ചു. ഈ സ്ത്രീ പറഞ്ഞ സത്യമാണെന്ന് വെച്ചു. അതെ, സത്യമാണ്, പക്ഷേ വസ്തുവിൻ്റെ 3 ഇരട്ടി കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഖലീഫ ഉമർ പറഞ്ഞു, ഒരു സ്ത്രീയുടെയും കണ്ണുനീർ വീഴുന്ന സ്ഥലം ഒരു ദേവാലയം പണിയാൻ കൊള്ളുകയില്ല. സ്ത്രീയുടെ കണ്ണുനീർ തീപ്പൊരിയാണ്, അത് വീഴുന്ന സ്ഥലം ദഹിച്ചു പോകും. എന്നിട്ട് ആ ക്രിസ്ത്യാനിയായ വിധവ സ്ത്രീക്ക് ആ വീട് പുതുക്കി പണിഞ്ഞു കൊടുത്തു. ആ സ്ത്രീയുടെ മക്കളിൽപ്പെട്ട ആളാണ് സദാം ഹുസൈൻ, ഇറാഖ് ഭരിക്കും ഇറാഖിൻ്റെ പ്രധാനമന്ത്രി. നിങ്ങൾ പേര് കേട്ടാൽ വിചാരിക്കും മുസ്ലിമാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി ഒരു ക്രിസ്ത്യാനിയാണ്. ഈ വിധവ സ്ത്രീയുടെ സന്തതി പരമ്പര. ഇതാണ് ഇസ്ലാം ലോകത്തിനെ പഠിപ്പിച്ച മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം. ഫെർണാണ്ടോ ഇസബെല്ല യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. 2 ലക്ഷം പേരെ. ഓട്ടോമാൻ തുർക്കികളുടെ സുൽത്താൻ അവരെ വിളിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യും, ജെറുസലേമിലേക്ക് വരിക, നിങ്ങളും ഞങ്ങളും ഒരേ ഇബ്രാഹിം നബിയുടെ മക്കളാണ്. നിങ്ങൾ ഇസ്ഹാക്കിൻ്റെ സന്തതി പരമ്പര, ഞങ്ങൾ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പര. ഓട്ടോമാൻ സുൽത്താൻ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം, കുതിര, ആഹാരം ഒക്കെ കൊടുത്തയച്ച് അവരെ ജെറുസലേമിൽ കൊണ്ടുവന്നു താമസിപ്പിച്ചു. 2 ലക്ഷം പേരെ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്തു സ്പെയിനിൽ. നെപ്പോളിയൻ്റെ കാലത്ത് ഒരു 5 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. തുർക്കിയിലെ സുൽത്താൻ എന്ത് ചെയ്തു? അദ്ദേഹം ഫ്രാൻസിൽ ആളുകളെ അയച്ച് ആ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്ന യഹൂദന്മാരെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിപ്പിച്ചു. ഹിറ്റ്ലർ 60 ലക്ഷം പേരെ കൊന്നു, യഹൂദന്മാരെ കൊന്നു. തുർക്കിയിലെ സുൽത്താൻ അവിടെ ആളയച്ച് അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിച്ച് യഹൂദന്മാർക്ക് വസ്തു കൊടുത്ത്, യഹൂദന്മാർക്ക് വീട് വെച്ച് കൊടുത്ത്, യഹൂദന്മാർക്ക് ആഹാരം കൊടുത്ത് താമസിപ്പിച്ചു. ആ നന്ദി കെട്ട യഹൂദൻ അവനെ കൂട്ടക്കൊല ചെയ്ത ക്രിസ്ത്യാനികളുടെ അമേരിക്കക്കാരുടെ ആയുധം വാങ്ങിച്ചിട്ട് ഈ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാണ്. അവർക്ക് താമസസ്ഥലവും ചോറും കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ച ഈ മുസ്ലിമിനെയാണ് ഇപ്പോൾ അവൻ്റെ ശത്രു നമ്പർ 1. അവൻ്റെ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി നിസ്കരിക്കാൻ താഴെ പോയി സൃഷ്ടിച്ച ഡോം മോസ്കിനകത്ത് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രി കയറി അവിടെ അശുദ്ധമാക്കി. ഇതാണ് ചരിത്രത്തിലെ നന്ദി കേട് എന്ന് പറയുന്നത്.
നിങ്ങൾ ചില പ്രസംഗം കേട്ടിട്ടുണ്ടാവും. ഇസ്രായേൽ ഇത്തോക്കോട് ജയിച്ച് ജെറുസലേമിൻ്റെ മുകളിൽ സിനഗോഗ് പണിഞ്ഞാൽ യേശുക്രിസ്തു രണ്ടാം വരവ് വരുമെന്ന്. ഞാൻ പറഞ്ഞു, ആ വരുന്നത് യേശുക്രിസ്തു അല്ല, സാത്താനായിരിക്കും വരുന്നത്. ഹവ്വായെ പരീക്ഷിച്ച യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച സാത്താൻ. കാര്യം ഈ കൂട്ടക്കൊലയും രക്തച്ചൊരിച്ചിലും യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ള സാധനമല്ല. ഈ കൂട്ടക്കൊലയും രക്തക്കുരിച്ചിന് ശേഷം യേശുവല്ല രണ്ടാം വരവ് വരുന്നത് സാത്താനായിരിക്കും. വേറൊരു കള്ളക്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാഫർമാരെ കൊല്ലാൻ പ്രവാചകൻ പറഞ്ഞു എന്നാണ്. പ്രവാചകൻ്റെ ക്യാമ്പിൽ കയറി പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പം ശത്രുക്കളെ പരാജയപ്പെടുത്താനും കൊല്ലാനും പറഞ്ഞു. അത് ഇന്ത്യയുടെ ആർമി ജനറൽ പാകിസ്ഥാനോട് വേറെ യുദ്ധം ചെയ്യുമ്പോൾ സൈന്യത്തോട് പറയും ശത്രുക്കളെ കൊല്ലാൻ. അതാ പറഞ്ഞത്. അതിനെ കാഫർ എന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരു വ്യാഖ്യാനം കേട്ടിരിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തന്നെയല്ല, കാഫർ എന്ന വാക്കിനകത്ത് യഹൂദനും ക്രിസ്ത്യാനിയും വരുന്നില്ല. യഹൂദനെയും ക്രിസ്ത്യാനികളെയും പക്ഷേ പ്രവാചകൻ വിളിച്ചത് കുത്ബ പീപ്പിൾ, പഴയ നിയമം. ക്രിസ്ത്യാനികൾക്ക് പഴയ നിയമമെന്നും യഹൂദന്മാർ തോറായെന്നും മുസ്ലിങ്ങൾ തൗറാത്ത് എന്ന് വിളിക്കുന്ന ഒരേ പുസ്തകമാണ്. ക്രിസ്ത്യാനികൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇഞ്ചിലാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് പ്രവാചകൻ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും വിളിച്ചത് കുത്ബ പീപ്പിൾ, പീപ്പിൾ ഓഫ് ദ ബുക്ക്, ഒരേ പുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ. അവർ കാഫറിൽ പെടുന്നില്ല. പൈസ പ്രവാചകൻ മക്കയിൽ നിന്ന് മെദീനയിലോട്ട് പോവാണ്. വഴി കാണിക്കാൻ കൊണ്ടുപോയത് മുസ്ലിമിനാണോ? അല്ല, ഒരു ബഹുദൈവ വിശ്വാസിയായ നീഗ്രമാണ് പ്രവാചകന് വഴി കാണിക്കാൻ ഒരു കൂടെ വന്നത്. പ്രവാചകൻ ഒരു മുസ്ലിം പള്ളി പണിഞ്ഞു. വാങ്ക് വിളിക്കണം, മണിയടിച്ച് വാങ്ക് വിളിക്കണം. വാങ്ക് വിളിക്കാൻ ആരോടാ പറഞ്ഞത് പ്രവാചകൻ? അറബിയായ മുസ്ലിമിനോടാണോ? അല്ല, ഒരു നീഗ്രോയോട് പറഞ്ഞു, നീ കയറി മണിയടിക്കാൻ പറഞ്ഞു. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ മെക്കയിൽ നിന്ന് മെദീനയിലോട്ട് പോകുമ്പോഴും ആദ്യത്തെ മുസ്ലിം പള്ളിക്ക് വാങ്ക് വിളിക്കാൻ പറയുന്നത് മുസ്ലിമിനോടല്ല, ബഹുദൈവ വിശ്വാസിയോടാണ്. അതാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച പാഠം. ഇവിടെ വളരെ ഭംഗിയായി ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശ്വ സഹോദര്യമാണ് പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠമാണ്. രണ്ടാമത്തെ പാഠം, ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഈ കാഫറന്മാരെ സഹോദരങ്ങളെ കരുതിയതുകൊണ്ടാണ് കേരളം പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് 1,20,000 കോടി രൂപ. കേരളത്തിലെ മലയാളികൾ പുറത്തുപോയി ജോലി ചെയ്ത് കേരളത്തിലോട്ട് അയക്കുന്ന തുക 1,20,000 കോടി രൂപ. കേരളത്തിന് ആകെ സമ്പത്തിൻ്റെ അത്രയും വിദേശത്ത് നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നതാണ്. അതിൽ 60,000 കോടിയും വരുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഖത്തറിൽ അവിടുത്തെ ആകെ ജനസംഖ്യ 2 ലക്ഷം. അവിടുത്തെ കാഫർമാർ, കേരളത്തിൽ നിന്ന് പോയ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയോട് ചേർത്താൽ അവിടുത്തെ ജനസംഖ്യ 6 ലക്ഷം. അവിടുത്തെ അറബികളുടെ 3 ഇരട്ടിയാണ് ഇവിടുന്ന് പോയ കാഫർമാരുടെ എണ്ണം. UAE എടുത്താലോ? UAE എടുത്താൽ അവിടുത്തെ അറബികളുടെ 3 ഇരട്ടിയാണ് കേരളത്തിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന കാഫർമാർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോയി മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതുന്നതുകൊണ്ട് അവിടെ ജോലി ഇങ്ങോട്ടേക്കുന്ന 60,000 കോടി രൂപ കേരളത്തിൽ ഒരു വർഷം വന്നിരുന്നില്ലെങ്കിൽ കേരളം ബീഹാറിനെ പോലെ ദരിദ്ര രാഷ്ട്രമാകുമായിരുന്നു. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യം മനസ്സിലാക്കേണ്ടത്. ആ കേരളത്തിൻ്റെ പട്ടിണി മാറ്റുന്ന എത്രയോ ക്ഷേത്രങ്ങളും എത്രയോ ക്രിസ്ത്യൻ പള്ളികളും പുതുക്കി പണിയുന്നത് ഗൾഫിൽ നിന്ന് അയക്കുന്ന ആളിലയക്കുന്ന പൈസ കൊണ്ടാണ്. എത്രയോ കുരിശടി പണിയുന്ന ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ കൊണ്ടാണ്. നല്ല വീട് വെച്ചത് ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ കൊണ്ടാണ്. പെൺകുട്ടികളെ മാന്യമായ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഈ പൈസ വന്നുകൊണ്ടാണ്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇസ്ലാം രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക് കൃത്യമായി മനസ്സിലാക്കണം. മൂന്നാമതായി പ്രവാചകൻ ലോകത്തിന് കൊടുത്തത് ഭരണക്രമത്തെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. കേരളം ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ല. കണ്ണൂർ പട്ടണത്തിൽ മാത്രം അറക്കൽ ബീവി ഭരിച്ചിരുന്നു. ഒരു പട്ടണം മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ഭരണക്രമം എടുത്താൽ, നമ്മളിന്ന് സദ്ഭരണത്തിൻ്റെ ഭാഗമായി ആഘോഷിക്കുന്ന ഭരണക്രമം എടുത്താൽ അത് മുഴുവൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ ഇസ്ലാമിക ഭരണമാണ്. നമ്മൾ രാജാവ് കഴിഞ്ഞാൽ പിന്നത്തെ ആൾ ദിവാനാണ്. സർ CP രാമസ്വാമി അയ്യർ ദിവാൻ. ദിവാൻ എന്ന വാക്ക് പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. അറബി ഭാഷയിൽ ദിവാൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ. ആ ദിവാൻ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഭരണകർത്താവ്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഭരണകർത്താവ് ദിവാനായിരുന്നു. രാജ്യത്തെ പ്രവാചകൻ പല പ്രോവിൻസായി തിരിച്ചു. ആ പ്രോവിൻസിന് ഇട്ട പേരാണ് സില്ല അറബി ഭാഷയിൽ. ആ സില്ല മലയാളത്തിൽ വന്നപ്പോൾ ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല. ഈ ജില്ല എന്നുള്ള വാക്ക് പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. മുസ്ലിങ്ങളുടെ ഭരണക്രമമാണ്. ആ ജില്ല ഭരിക്കാൻ വേണ്ടി ഒരു തസ്തിക ഉണ്ടാക്കി, പേഷ്ക. അറബി ഭാഷയിൽ പേഷ്കുഷ് എന്ന് പറഞ്ഞാൽ കരം. പേഷ്കുഷ് പിരിക്കുന്നവൻ പേഷ്ക. പിന്നെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഈ പേഷ്കാറിനെ ഇംഗ്ലീഷോട് തർജ്ജമ ചെയ്തു, കളക്ടർ ഓഫ് ടാക്സസ്. പിന്നെ IASർക്ക് ഓഫ് ടാക്സ് ഒരു നാണക്കേട്, അവരെ ഓഫ് ടാക്സ് അങ്ങ് വെട്ടി. അങ്ങനെ കളക്ടർ എന്നായി ഇപ്പം. ഈ കളക്ടർ അല്ലെങ്കിൽ പേഷ്കാർ തസ്തിക പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ അറബി വാക്കാണ് പേഷ്കാർ. ഇനി ആ പേഷ്കാർ ഭരിക്കുന്ന ജില്ലയ്ക്ക് താഴെ ഓരോരോ മരിപ്പച്ചകളെ സെപ്പറേറ്റ് പ്രോവിൻസാക്കി. ആ പ്രോവിൻസിന്
അറബി ഭാഷയിൽ ഒരു വാക്കിട്ടു. അതാണ് താലൂക്ക് അല്ലെങ്കിൽ തഹസീൽ എന്ന് പറയുന്നത്. രണ്ടും അറബി വാക്കാണ്. ആ താലൂക്ക് കേരളത്തിൽ നിന്ന് 81 താലൂക്കാണ്. ഈ താലൂക്ക് എന്ന വാക്ക് അറബി ഭാഷയാണ്. ഇനി താലൂക്ക് ഭരിക്കാൻ ഒരു തസ്തിക ഉണ്ടായി. അതാണ് തഹസീൽദാർ. തഹസീൽ എന്ന വാക്ക് അറബിയാണ്. ഹസാല ടു കളക്ട്, ഹസാല ദാർ വൺ ഹു കളക്ട് ടാക്സസ്. അറബി ഭാഷയിൽ പ്രയോജനം ഉണ്ടാക്കിയതാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ തഹസീൽദാരായിട്ട് അറിയപ്പെടുന്നത്, അറബി ഭാഷ. സർക്കാർ ഓഫീസുകളിലൊക്കെ മാർച്ച് 31 ആകുമ്പം ജമാബന്ദി ചെയ്യും. വലിയ ഓഫീസ് എന്ന് കഴിഞ്ഞാൽ ജമാബന്ദി. എന്താണ് ഈ ജമാബന്ദി? അറബി ഭാഷയിൽ ക്ലോസർ ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക. ആ ജമാബന്ദി എന്ന അറബി വാക്ക് ഇപ്പോഴും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലും നമ്മുടെ വലിയ ഓഫീസിലൊക്കെ ജമാബന്ദി ഉണ്ട്. അക്കൗണ്ട് ആണ്ടവസാനം ക്ലിയർ ചെയ്യാണ്. എവിടെ നിന്ന് ഈ ജമാബന്ദി? അറബി ഭാഷയിൽ നിന്ന് ഒന്നാണ്. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കണം. അതിന് കോടതി ഉണ്ടാക്കി. ആ കോടതിയിലെ ജഡ്ജി അപ്പോയിൻ്റ് ചെയ്തു. ആ ജഡ്ജിക്ക് അറബി ഭാഷയിലിട്ട പേരാണ് മുൻസിഫ്, ന്യായം നടത്തുന്നവൻ. ഇപ്പോൾ നമ്മുടെ സിവിൽ കോടതിയിൽ ചെന്നാൽ മുൻസിഫുണ്ട്. ഈ മുൻസിഫ് എവിടെ നിന്നു? ജഡ്ജിയുടെ പേര് എവിടെ നിന്നു? അറബി ഭാഷയിൽ പ്രവചനം ഉണ്ടാക്കിയതാണ് മുൻസിഫ്. ഇനി കോടതിയിൽ വക്കീൽ, അഡ്വക്കേറ്റിനെ മലയാളത്തിൽ വിളിക്കും വക്കീലെന്ന്. വക്കീൽ എവിടെ നിന്നു? വക്കീൽ അറബി ഭാഷയാണ്. പരാതിക്കാരൻ്റെ വാദം കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി വാദിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ പ്രവാചകനിട്ട വാക്കാണ് വക്കീൽ. ഇപ്പോൾ നമ്മുടെ കോടതിയിൽ വക്കീൽ വരികയാണ്. നമ്മൾ പറയും രണ്ട് കക്ഷികൾ തമ്മിൽ കരാർ ഒപ്പിട്ടു. എവിടെ നിന്ന് ഈ കരാർ? കരാർ അറബി ഭാഷയാണ്, മലയാളമല്ല, അറബി ഭാഷയാണ്. രണ്ടുപേരും ഇവിടുന്ന് എഗ്രിമെൻറ്റിനെ അറബി ഭാഷ വിളിച്ചതാണ് കരാർ. മക്കയിലെ 360 ട്രൈബ്സുമായിട്ട് പരിശുദ്ധ പ്രവാചകൻ സന്ധി ഒപ്പിട്ടു. ആ സന്ധിക്കിട്ട പേരെന്താണ്? കരാർ. ബദർ യുദ്ധത്തിനും ഉഹൂദ് യുദ്ധത്തിനും കണ്ടക് യുദ്ധത്തിനും ശേഷം എഗ്രിമെൻ്റ് ഒപ്പിട്ടു, കരാർ. കരാർ റദ്ദ് ചെയ്യണം. റദ്ദ് എവിടെ നിന്ന് വന്നു? റദ്ദ് അറബി ഭാഷയാണ്, മലയാളമല്ല. കരാർ റദ്ദ് ചെയ്യുക അറബി ഭാഷയാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ കേരളം ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഭരണക്രമം മുഴുവൻ പ്രവാചകൻ ഉണ്ടാക്കിയ, അറബി ദേശത്തുണ്ടാക്കിയ ഭരണക്രമമാണ്. നമ്മുടെ ഭരണവും നമ്മുടെ ഓഫീസും നമ്മുടെ കോടതിയും വക്കീലും പഞ്ചായത്ത് ഓഫീസിലും വലിയ ഓഫീസിലെ ജവാബന്ദിയും ഇതെല്ലാം ഇസ്ലാമാണ്. അപ്പോൾ നമ്മുടെ ഭരണക്രമം നന്നായെങ്കിലേ നമുക്ക് ജനങ്ങൾക്ക് നീതി കിട്ടും. കേരളം ഇന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിക്കാത്ത രാജ്യമായിട്ട് പോലും ഈ കേരളത്തിൽ, ഇന്ത്യയിൽ നമുക്ക് സ്ഥാനം കിട്ടുകയാണ്. ഹവിൽദാർ അറബി ഭാഷയാണ്, സുബേദാർ അറബി ഭാഷയാണ്, ജമാബന്ദി അറബി ഭാഷയാണ്. പണ്ട് പോലീസ് സൂപ്രണ്ട് വിളിച്ച പേരെന്താണ്? അമിനാദാർ. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ, അറബി വാക്കാണ്. പ്രൊട്ടക്ഷൻ തരുന്നവൻ അമിനാദാർ. 1962 അമിനാദാർ തസ്തികയെ സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നാക്കി മാറ്റിയത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് സമൻസ് നടത്താൻ ആമീൻ വരും. എവിടുന്ന് ഒരു ആമീൻ? ആമീൻ അറബി ഭാഷയാണ്, പ്രവാചകൻ ഉണ്ടാക്കിയതാണ് ആമീൻ, പ്രൊട്ടക്ഷൻ. ഇങ്ങനെ നമ്മൾക്ക് നീതി കിട്ടുന്ന സർക്കാരിൻ്റെ സിസ്റ്റം ഉണ്ടാക്കിയത് പരിശുദ്ധ പ്രവാചകനും ഇസ്ലാമിക ഭരണക്രമമാണ്. നീതിയുള്ളൊരു ഭരണം നടത്താനുള്ള ഭരണക്രമം ഇസ്ലാമിൻ്റെ സംഭാവനയാണ്. നാലാമതായി പ്രവാചകൻ ചെയ്തത് കർഷക വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ്. റോമിലും ഗ്രീസിലുമൊക്കെ, യൂറോപ്പിലും ഗ്രീസിലും കൃഷിഭൂമിക്ക് കർഷകന് അവകാശമില്ല. കൃഷിഭൂമി രാജാവിൻ്റേതാണ്. ഭൂമി കപ്പത്തിന് തരും. കപ്പ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യാം. പക്ഷേ കപ്പ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്താൽ യുദ്ധം വന്നാൽ ആദ്യം മൂത്ത മോനെ അയക്കണം, അയാൾ യുദ്ധത്തിൽ കുഴപ്പപ്പെട്ട രണ്ടാമത്തെ മോനെ അയക്കണം. കർഷകർ വല്ലാതെ കഷ്ടപ്പെട്ടു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുകയില്ല. ഈ കൃഷി ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി മക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ ജോസഫ് എന്ന ക്രിസ്ത്യാനികളും യോസ എന്ന യഹൂദന്മാരും യൂസഫ് എന്ന മുസ്ലിങ്ങളെ വിളിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തോട് ഫറവോ രാജാവ് പറഞ്ഞു, ഈ വരൾച്ചയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു കാർഷിക സമ്പ്രദായം ഉണ്ടാക്കാൻ. ജോസഫ് ഒരു ഭരണപരിഷ്കാരം വരുത്തി. പാവപ്പെട്ട കർഷകൻ്റെ മുഴുവൻ സ്വത്തും ഫറവോ രാജാവിൻ്റെതാക്കി മാറ്റി. വേദപുസ്തകം നമ്മൾ വായിക്കുന്നതാണ്. ഫറവോ രാജാവിൻ്റെതാക്കി മാറ്റി. റോമിൽ മാർക്കസ് ഒറീലിയസ് എന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു. ചക്രവർത്തി ഒരു ഭൂപരിഷ്കരണം നടത്തി. ഭൂപരിഷ്കരണം കഴിഞ്ഞപ്പോഴത്തേന് രാജ്യത്തിലെ മുഴുവൻ കൃഷിഭൂമിയും സീസറുടെ വകയായി, ചക്രവർത്തിയുടെ വകയായി. ഒരവകാശമില്ല. പരിശുദ്ധ പ്രവാചകൻ ഈ നിയമം മാറ്റി. ആരാണോ ഭൂമി കൃഷി ചെയ്യുന്നത് അവൻ്റേതാണ് ആ ഭൂമി. അവൻ ടാക്സ് അടയ്ക്കണം, പാട്ടം അടയ്ക്കണം. പക്ഷേ ഭൂമി അവൻ്റേതാണ്, രാജാവിൻ്റേതല്ല. അവിടെ കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നത് കൊണ്ട് അവൻ്റെ മക്കളെ യുദ്ധത്തിൽ നിന്ന് വിടില്ല. ഇസ്ലാം എന്ത് ചെയ്തു? ശമ്പളം കൊടുത്ത് ട്രെയിൻ ചെയ്ത് സോൾജേഴ്സിനെ ഉണ്ടാക്കി, പട്ടാളക്കാരെ ഉണ്ടാക്കി.
അതുകൊണ്ട് ഇസ്ലാം മറ്റുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ സൈന്യത്തിന് 5 ഇരട്ടിയുണ്ട് റോമൻ സാമ്രാജ്യമൊക്കെ പേർഷ്യൻ സാമ്രാജ്യം. അപ്പോൾ യുദ്ധം മുസ്ലിങ്ങൾ ജയിക്കും. കാര്യം എന്നറിയാമോ? ട്രെയിൻഡ് സോൾജേഴ്സാണ്. അങ്ങനെ കൃഷിഭൂമി കർഷകൻ്റേതാക്കിയപ്പോൾ ഒരു വലിയ അത്ഭുതം ഉണ്ടായി. കമ്മ്യൂണിസം ലോകത്തോട് പറഞ്ഞു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളിയെന്ന്. ലോകത്തിലാദ്യമായി നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കും പൈങ്കിളിയെന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത പരസ്യ പ്രവാചകനാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊന്നും കമ്മ്യൂണിസം വളർന്നില്ല. കാരണം കമ്മ്യൂണിസം എന്താണോ ഓഫർ ചെയ്യുന്നത് അത് പരസ്യ പ്രവാചകൻ ഇസ്ലാമും കൊടുത്തു കർഷകർക്ക്. പിന്നെ ഭാവിയിലല്ല, അപ്പോഴേ കൈ കൊടുത്തു. ക്രിസ്ത്യാനികളായ റോമൻ സാമ്രാജ്യം യഹൂദന്മാരെ മുസ്ലിങ്ങളെ ആക്രമിച്ചു. ബാറ്റിൽ ഓഫ് യാർമൂക്ക് എന്ന വലിയ യുദ്ധത്തിൽ. ബാറ്റിൽ ഓഫ് യാർമൂക്കിൽ വന്നപ്പോൾ അറബി ദേശത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഖാലിഫ് ഉമറിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഖാലിഫ് ഉമർ ഇവരെ വിളിച്ചു, നിങ്ങളെന്താ എൻ്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങളുടെ ക്രിസ്ത്യാനികളല്ലേ ഞങ്ങളെ ആക്രമിക്കുന്നത്? ക്രിസ്ത്യാനികൾ പറഞ്ഞു, റോമാ സാമ്രാജ്യം യുദ്ധം ജയിച്ചാൽ ഞങ്ങളുടെ കൃഷിഭൂമി ഞങ്ങളുടെ ഇന്ന് പോകും, രാജാവ് അത് പിടിച്ചെടുക്കും. പിന്നെ അയാൾ നടത്തുന്ന യുദ്ധത്തിന് ഞങ്ങളുടെ ആൺമക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് പേർഷ്യ സാമ്രാജ്യം ഖാലിഫ് ഉമറിനെ ആക്രമിച്ചു. പേർഷ്യക്കാർ മുഴുവൻ ഖാലിഫയുടെ കൂടെ നിൽക്കുകയാണ്. ഖാലിഫ് ഉമർ ചോദിച്ചു, നിങ്ങളെന്താ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? നിങ്ങളുടെ രാജാവല്ലേ ഞങ്ങൾ ആക്രമിക്കുന്നത്? പേർഷ്യക്കാർ പറഞ്ഞു, അവൻ ജയിച്ചാലേ ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ ഇന്ന് പോകും. അങ്ങയുടെ കീഴിൽ ഞങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ്. യുദ്ധത്തിന് ഞങ്ങളുടെ ആൺമക്കളെ വിട്ടുകൊടുക്കണ്ട. അതുകൊണ്ട് പേർഷ്യക്കാർക്കെതിരെ പേർഷ്യക്കാർ ഖാലിഫ് ഉമറിൻ്റെ കൂടെ വന്നു. ഇസ്ലാം യുദ്ധം ജയിച്ചു. യാർമുക്ക് യുദ്ധം ജയിച്ചു. കണ്ടക് യുദ്ധം ജയിച്ചു. ഖദീസ യുദ്ധം ജയിച്ചു. ഇറാനിൽ ചെന്നപ്പോൾ ജസീറ യുദ്ധം ജയിച്ചു മുസ്ലിങ്ങൾ. കാരണം ഇസ്ലാം ജയിച്ചാൽ കൃഷിഭൂമി കർഷകന് കിട്ടി. ഇത് പ്രവാചകൻ ചെയ്ത കാർഷിക വിപ്ലവമാണ്, ഗംഭീരമായൊരു കാർഷിക വിപ്ലവം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇസ്ലാം വളരെ പ്രൊഡക്റ്റീവായ കർഷകരുടെ ഏരിയയായി മാറി. പക്ഷേ അറബി ദേശം മരുഭൂമിയാണ്. 100 ഏക്കർ ഭൂമി എടുത്താൽ കൃഷി ചെയ്യാവുന്ന ഭൂമി 4 ഏക്കറേ ഉള്ളൂ. ബാക്കി 96 ഏക്കറിലും വെള്ളവും ഇല്ല, ഒന്നും കൃഷി ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അറബി ദേശത്ത് ജനിച്ച ഒരാൾക്ക് ഏറ്റവും വിലപ്പെട്ട സാധനമാണ് കൃഷിഭൂമി. അതിൻ്റെ ഉടമസ്ഥാവകാശം കർഷകന് കൊടുത്തു. പരസ്യപ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ കൃഷിഭൂമിയെ പോലെ കരുതിക്കോണം. കാരണം മരുഭൂമിയിലുള്ളൊരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിയെപ്പോലെ ഇതിൻ്റെ ഭാര്യയെ കരുതിക്കോണമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ 28 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി കൃഷി ചെയ്യാതിട്ടിരിക്കുന്ന കേരളത്തിലെ കുറേ എണ്ണം ഇത് കേട്ടപ്പോൾ അവൻ്റെ തലയിൽ വേറെ ഒരു വിവരക്കട ഉദിച്ചത്. ഇത് ഭാര്യയെ കൃഷിഭൂമിയെ പോലെ കരുതിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മലയാളിക്ക് മനസ്സിലായില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ള ചില പ്രസംഗങ്ങൾ. പ്രവാചകൻ പറഞ്ഞത്, മരുഭൂമിയിലെ ജനത്തിന് കൃഷിഭൂമി എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ നിൻ്റെ ഭാര്യയെ കൃഷിഭൂമിയെ പോലെ കരുതിക്കൊണ്ടെന്നാണ്. ഈശ്വരൻ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൃഷി ചെയ്യാൻ പറ്റിയ കൃഷിഭൂമി ഒരു മരുഭൂമിയിൽ. ഈ കാർഷിക വിപ്ലവം പ്രവാചകൻ ഉണ്ടാക്കിയ അത്ഭുതകരമായ ഒരു വിപ്ലവമാണ്. 5ാമത് പ്രവാചകൻ കൈവച്ചത് പണം കൈകാര്യം ചെയ്തതിനെ പറ്റിയാണ്. ലോകത്തെവിടെയും പണം കടം കൊടുക്കും, പലിശ വാങ്ങിക്കും. പണക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവൻ ദാരിദ്ര്യത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. ഇത് പരസ്യ പ്രവാചകന് കൃത്യമായിട്ട് മനസ്സിലായി. പ്രവാചകൻ ഇസ്ലാമിൽ പ്രസിദ്ധമായൊരു നിയമം ഉണ്ടാക്കി. പലിശ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ദൈവനിഷേധമാണ്, കുറ്റകരമാണ്. ആരാണ് പണം കൊടുക്കുന്നത്? പണമുള്ളവൻ. ആരാണ് പണം വാങ്ങിക്കുന്നത്? പാവപ്പെട്ടവൻ. എന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ നിന്ന് പണക്കാരൻ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ പണക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവൻ ദരിദ്രവാസി ആയിക്കൊണ്ടേയിരിക്കും. അമേരിക്കയുടെ മുഴുവൻ പണത്തിൻ്റെ 70% 16 കുടുംബങ്ങളുടെ കയ്യിലാണ്. റോത്ത്ഷൈൽഡ് ഉൾപ്പെടെയുള്ള 16 കുടുംബങ്ങളുടെ കയ്യിൽ. ഇന്ത്യയിലെ 1% ജനങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 76%. എങ്ങനെ പറ്റി? പണക്കാരൻ പാവപ്പെട്ടവനെ കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ. ഇന്ത്യയിലെ 42 കോടി ആളുകൾ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. 2 കോടി ആളുകൾക്ക് ഫുഡ് സെക്യൂരിറ്റി ഇല്ല. ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റിയാൽ ഇന്ത്യയിലെ 2 കോടി ആളുകൾക്ക്. ഈ ഗതികേട് പ്രവാചകൻ മാറ്റി. പലിശ വാങ്ങിക്കാൻ പാടില്ല. അന്നത്തെ ഏറ്റവും വലിയ പലിശക്കാരാണ്? യഹൂദന്മാരാണ്. ഷേക്സ്പിയർ മർച്ചൻ്റ് ഓഫ് വെനീസ് എഴുതി. അതിലെ കൊള്ളക്കാരനായ പലിശക്കാരൻ, അയാളുടെ പേരെന്താണ്? ഷൈലോക്ക്. ആരാണ് ഈ ഷൈലോക്ക്? അയാളൊരു പലിശ കടം കൊടുക്കുന്ന ഒരു വ്യാപാരിയാണ്. റോത്ത്ഷൈൽഡ് പണം കടം കൊടുക്കുന്ന വ്യാപാരിയാണ്. ലോറൻസോ ദി മെഡിച്ചി, ഫ്ലോറൻസിലെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മകനാണ് ലിയോ 1 മാർപ്പാപ്പ. പണം കടം കൊടുക്കുന്ന പലിശക്കാരനാണ്. പ്രവാചകൻ ഈ പലിശ കൊടുപ്പ് നിർത്തി. നിങ്ങൾ സൗദി അറേബ്യയിൽ കൊണ്ടുപോയി 1000 രൂപ ബാങ്കിലിട്ടാൽ 5 കൊല്ലം കഴിഞ്ഞ് പോയാൽ 1000 രൂപ കിട്ടുള്ളൂ, പലിശയൊന്നുമില്ല. ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. പണം കടം കൊടുത്ത പാവപ്പെട്ടനെ കൊള്ളടിക്കുന്ന പരിപാടി നിർത്തി.
നമ്മൾ തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ പോയാൽ അവിടെ കച്ചവടക്കാരിരിപ്പുണ്ട്, ഹുണ്ടി ബിസിനസ്സുകാരിരിപ്പുണ്ട്. 90 രൂപ കൊടുക്കും. 90 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ അതിന് മൾട്ടിപ്പിൾസ് കൊടുക്കും. 90 രൂപ കൊടുത്താൽ വൈകിട്ട് ബിസിനസ് കഴിഞ്ഞിട്ട് 100 രൂപ ഇവന് കൊടുക്കണം. ഇപ്പോൾ 90 രൂപയ്ക്ക് ബിസിനസ് 120 രൂപ കിട്ടിയാൽ 100 രൂപ അവന് കൊടുക്കണം. 20 രൂപ കച്ചവടം ചെയ്തതിന് കിട്ടുള്ളൂ. ഞാനൊന്ന് കണക്കൂട്ട് നോക്കി. 90 രൂപയ്ക്ക് ഒരു ദിവസം 10 രൂപ പലിശ എന്ന് പറഞ്ഞാൽ 36,000% 36,000% ആ പലിശ. ലോകത്തെവിടെയെങ്കിലും ഈ ചാല മാർക്കറ്റിൻ്റെ പലിശ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര പലിശയാണ്. ഇസ്ലാം ഇത് നിർത്തി, പൈസ പ്രവചനം നിർത്തി. അവിടെ എന്തുപറ്റി? ഒരു ഇസ്ലാമിക രാജ്യത്തും മുതലാളിത്തം പച്ചപിടിച്ചില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും ഫ്യൂഡലിസം വന്നില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും കമ്മ്യൂണിസം വന്നില്ല. കാരണം കൃഷിക്കാരന് കൃഷിഭൂമി ഉടമസ്ഥാവകാശ പ്രവചനം കൊടുത്തു. ഫ്യൂഡലിസം വന്നില്ല, കമ്മ്യൂണിസം വന്നില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായില്ല. കാരണം പണം പലിശ കൊടുത്ത് പണക്കാരൻ വീണ്ടും പണക്കാരനാവുന്ന പരിപാടി ഇല്ല. കുവൈറ്റിൽ എണ്ണസമ്പത്ത് വരികയാണ്. മുഴുവൻ രാജാവിൻ്റെതാണോ? അല്ല. ഇസ്ലാമിക നിയമപ്രകാരം എണ്ണ വിറ്റ് കിട്ടുന്ന പൈസയുടെ 50% പൗരന്മാർക്ക് തുല്യമായി വീതിക്കും. അറബി വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി, അവൻ്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും 50,000 രൂപ 1 ലക്ഷം രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അറബി കിടന്ന് ഉറങ്ങുക. പക്ഷേ രാജ്യത്തിൻ്റെ സമ്പത്ത് രാജാവിന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ല. കുവൈറ്റിലും ദോഹയിലുമൊക്കെ വിൽക്കുന്ന എണ്ണയുടെ നാച്ചുറൽ ഗ്യാസിൻ്റെയും വിലയുടെ പകുതി ഓട്ടോമാറ്റിക്കായിട്ട് കർഷകൻ്റെ ഈ ഓരോ അറബിയുടെ വീട്ടിലോട്ട് വരികയാണ്. വക്കംകോട്ട് ക്രെഡിറ്റ് ആവുകയാണ്. അവിടെ എത്തുപറ്റി ഒരു ഇസ്ലാമിക രാജ്യത്തും ട്രില്യനർ മൾട്ടി ബില്യണയർ ഒന്നും ഉണ്ടായില്ല. കാരണം സ്വത്ത് വീതിക്കപ്പെട്ടു, സമ്പത്ത് വീതിക്കപ്പെട്ടു. പലിശ കൊടുത്ത് ആരെയും കൊള്ളയടിക്കാൻ പറ്റിയില്ല. ഇത് പ്രവാചകൻ ചെയ്ത അത്ഭുതകരമായ 5ാമത്തെ വിപ്ലവമാണ്. പ്രവാചകനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കൊരു അവസരമുണ്ടായി. പല പണ്ഡിതരും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, കുത്തുബ ബയൽ ഒക്കെ നടത്താറുണ്ടെങ്കിൽ കൂടിയിട്ട് അത് അവരുടെ ശൈലി മാറ്റത്തിലൂടെ നമ്മൾക്കത് ശരിക്ക് ദർശിക്കാൻ കഴിയാതെ, വീക്ഷിക്കാൻ കഴിയാതെ, ആസ്വദിക്കാൻ കഴിയാതെ പോകാറുണ്ട്. എന്നാൽ അലക്സാണ്ടർ ജേക്കബ് സാറ് വളരെ കൃത്യമായിട്ട് നമ്മളെ മുന്നിൽ ഇത് അവതരിപ്പിച്ചതുകൊണ്ട് ആർക്കും മനസ്സിലാക്കി ചിന്തിച്ചെടുക്കാവുന്ന രൂപത്തിൽ ഈ പ്രഭാഷണം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അറിയാതെ പോയത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് അവസരമായി. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങൾ പഞ്ചായത്ത്, ജില്ല, ബ്ലോക്ക്, മുനിസിപ്പ്, കോടതി, വക്കീൽ, ഇതൊക്കെ എനിക്ക് പുതിയ അറിവാണ്. ആ അറിവിന് നമുക്ക് അവസരം ഉണ്ടാക്കി തന്ന അലക്സാണ്ടർ ജേക്കബ് വെറും ഒരു വ്യക്തിയല്ല, മറിച്ച് അയാൾ ഇസ്ലാമിക അറിവിൻ്റെ ഒരു കമ്പോളമായിട്ടാണ് ഞാൻ കാണുന്നത്. അലക്സാണ്ടർ ജേക്കബ് സാറിന് ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയാം.